എന്താ മോൻ എന്തെങ്കിലും അണക്ക് ഇതൊന്നും ഒഴിവായിക്കൂടെ? പെണ്ണ് കാണാൻ വന്നല്ലടാ. എന്തോ അപ്പൊ ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ശീലമായിപ്പോ ഇത് ഇല്ലാണ്ടെങ്കിൽ കഴിയൂല. നിങ്ങളെ പണിയെടുത്തോളി. നിങ്ങൾ എന്റെ ചെല്ലുന്നേരം ജീവിക്കണേ. പെണ്ണ് വാപ്പണ്ട് പറയാതിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേറിയിരിക്കേ. അപ്പം ഇതാണ് നമ്മളെ പുയ്യാപ്പിള. ബാംഗ്ലൂരാണ് പഠിച്ചത്, ബാംഗ്ലൂരിനാണ് ജോലി. ഹംസാക്കാ, ഇവനായിട്ട് പറയല്ല, നിങ്ങളെ മോൾക്ക് ഇവനെ കിട്ടുകയാണെങ്കിലേ ഓളെ ഭാഗ്യ. അപ്പോൾ മോളെ വിളിക്കി. മോളെ 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 വിളിക്കാൻ വരട്ടെ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഇത് നിലവിലെ എൻ്റെ മോൾക്കൊരു അസുഖമില്ല എന്ന് ഡോക്ടർ ഒപ്പിട്ട് നൽകിയ റിസൾട്ടാണ്. അതായത് ലഹരി ഉപയോഗിക്കണില്ല, എയ്ഡ്സ് ഇല്ല, മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന പേപ്പർ. ചാടിച്ചിട്ട് വർത്താനം പറയാം. അല്ല, നമ്മള് 1-2 പേരയിലൊക്കെ പെണ്ണ് കാണാൻ പോയിരുന്നു. ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. 10-200 കല്യാണം നമ്മൾ നടത്തി. ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായിട്ടാ. മറ്റുള്ളവർ ചോദിച്ചോ നോക്കിയോ എന്നുള്ളത് എനിക്കറിയണ്ട. എനിക്കെൻ്റെ മോളെ ഭാവിയാണ് വലുത്. ഇയാൾ പുറത്തൊക്കെ പോയി വന്നാന്നല്ലേ പറഞ്ഞേ. ഇതുപോലത്തെ റിസൾട്ട് കാണിച്ചിട്ട് പെണ്ണ് കണ്ടാൽ മതി. എന്താണ് നായി വിചാരിച്ചേ? ആളെ വിളിച്ചിരുത്തി വക്കറാക്ക കത്തി ചോദിക്കണം. എന്റെ പെണ്ണിക്ക് വേണ്ടടോ. മാരൊരു തലമാലാത്ത കേസേറ്റ് വരും. ബേജാറാണ്ടാ സാർ, പന്റെ തലയിലുള്ള പെണ്ണ് നമ്മുടെ അടുത്തുണ്ട്. സുബൈദ, ജി ചായയും ചെക്കെ കണ്ട് എടുത്തച്ചാ. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനൊക്കെ തന്നെ നടക്കുള്ളൂ.